തിരുവനന്തപുരത്ത് 17-കാരിയുടെ 50-കാരനായ സുഹൃത്തിനെ വിളിച്ചുവരുത്തി അതിക്രൂരമായി മർദ്ദിച്ച് ബന്ധുക്കൾ. ഗുരുതരമായി പരിക്കേറ്റ മധ്യവയസ്കനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിൽ പെൺകുട്ടിയുടെ ബന്ധുക്കളടക്കം 4 പേർ അറസ്റ്റിലായി. പതിനേഴുകാരിയുമായി സൗഹൃദത്തിലായ 50-കാരനായ ആൺ സുഹൃത്തിനെയാണ് പെൺകുട്ടിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വിളിച്ചു വരുത്തി അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയത്. ശനിയാഴ്ച വൈകിട്ടോടെയാണ് പെൺകുട്ടിയുടെ ബന്ധുവായ യുവാവ് 50-കാരന് പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് സന്ദേശം അയച്ചത്. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റ് കണ്ടുവെന്നും കാര്യങ്ങൾ പരാതിയിലേക്ക് പോകാതിരിക്കാൻ ഉടൻ കാണണമെന്നും ആവശ്യപ്പെട്ടു. ഉച്ചയോടെ തിരുവല്ലം ജഡ്ജിക്കുന്നിന് മുകളിലുള്ള പ്രദേശത്തേക്ക് മധ്യവയസ്കനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്നായിരുന്നു ആക്രമണം. നെടുമങ്ങാട് അഴീക്കോട് സ്വദേശി റഹീമിനെ 5ഓളം പേർ ചേർന്ന് അതിദാരുണമായി മർദ്ദിക്കുകയായിരുന്നു. കമ്പുകൾ ഉപയോഗിച്ച് റഹീമിന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. കല്ലുകൊണ്ട് മുഖവും ശരീരവും ഇടിച്ചു ചതച്ചു. തുടർന്ന് ഇവർ റഹീമിനെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റഹീമിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. റഹീമിന്റെ വലത് കൈക്കും വലതു കാലിനും ഒന്നിലധികം പൊട്ടലുണ്ട്. കൃത്യശേഷം ഒളിവിൽ പോയ പെൺകുട്ടിയുടെ ബന്ധുവായ യുവാവും സുഹൃത്തുക്കളും പിടിയിലായി. കല്ലിയൂർ സ്വദേശി അർജുൻ, വെള്ളായണി സ്വദേശി മനോജ്, കാരക്കാമണ്ഡപം സ്വദേശി അജിത് കുമാർ, കൊടുങ്ങാനൂർ സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത്. തിരുവല്ലം SHO ജെ പ്രദീപ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.